യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആദ്യം തന്നെ പുതുവത്സരത്തിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശംസിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 20-ാം വാക്യം. സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതുവിൻ, അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ഈ പുതുവർഷത്തിലേക്ക് കർത്താവ് നമുക്കായി നൽകുന്ന ആത്മീയ ദൂതാണിത്. സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുവിൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായി ലോകം മുഴുവൻ്റെ മേലും നിറയാൻ നമുക്ക് ആഗ്രഹിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സ്വർഗീയ പിതാവേ, കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, ഈ നിമിഷങ്ങളിൽ അവിടുത്തെ ആത്മാവിനെ ലോകമെമ്പാടും വർഷിക്കണമേ. കേൾക്കപ്പെടുന്ന വചനങ്ങൾ ജീവനും ആത്മാവുമായി മാറാൻ സകലർക്കും രക്ഷയുടെയും അനുഗ്രഹത്തിൻ്റെയും നിമിഷങ്ങളായി ഈ നിമിഷങ്ങൾ രൂപാന്തരപ്പെടാൻ അവിടുത്തെ ആത്മാവിനെ ഇപ്പോൾ അവിടുന്ന് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യ 11-ാം അധ്യായം 9-ാം വാക്യം. സമുദ്രം ജലം കൊണ്ടെന്നതുപോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും എന്ന വചനപ്രകാരം ഇപ്പോൾ ഈ ഭൂമിയിലെമ്പാടും ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് നിറഞ്ഞു വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ ബോധ്യങ്ങൾ നിറയട്ടെ, ആത്മീയ അഭിഷേകങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു പുത്തൻ വർഷത്തിലേക്ക് കൂടെ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ പുത്തൻ വർഷത്തെക്കുറിച്ച് എന്താണ് ഇപ്പോൾ ഞാൻ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കർത്താവിൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കാനുള്ള വർഷമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 16-ാം അധ്യായം 4-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, അവിടുന്ന് ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു. ദൈവം നിശ്ചിത ലക്ഷ്യത്തോടെ ഓരോന്നിനെയും ക്രമീകരിക്കുന്നു. ഈ പുത്തൻ വർഷം എനിക്ക് നിങ്ങൾക്കും തോന്നിവാസം ചെയ്യാനുള്ളൊരു വർഷമായിട്ട് ആരും ധരിച്ചു വച്ചാകരുത്. ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കാനുള്ള വർഷമാണ് ഈ പുത്തനാണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ അനവധി ദൈവമക്കൾക്ക് അതിനെക്കുറിച്ച് കാഴ്ചപ്പാടില്ല. ജെറമ്യാ പ്രവാചക പുസ്തകത്തിൽ 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ കർത്താവ് ജെറമ്യായുടെ അരികിലേക്ക് വന്നു. കർത്താവ് ജെറമ്യായോട് ചോദിച്ചു, ജെറമ്യാ, നീ എന്ത് കാണുന്നു? ജെറമ്യാ പറഞ്ഞു, കർത്താവേ, ഞാൻ ജാഗ്രത വൃക്ഷത്തിന്റെ തലപ്പ് കാണുന്നു. കർത്താവ് അരുളി ചെയ്തു, എന്റെ വചനങ്ങൾ നിവൃത്തിയാക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. എന്റെ വചനങ്ങൾ നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ദിനങ്ങളും, ഓരോ മാസങ്ങളും, ഓരോ വർഷവും കർത്താവിന്റെ വചനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന സമയവും കാലവുമാണെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. ജെറമ്യാ പ്രവാചക പുസ്തകത്തിൽ ജെറമ്യ ജെറൂസലം ദേവാലയത്തിലേക്കും ജെറൂസലം നഗരത്തിലേക്കും യൂദയായിലേക്കും കടന്നു ചെന്നു. ജെറമ്യ യൂദയായോട് പറഞ്ഞു, ജെറൂസലേമിനോട് പറഞ്ഞു, ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ പാപമാർഗങ്ങളെ കുറിച്ച് നിങ്ങൾ അനുതപിക്കണം, നിങ്ങളുടെ തെറ്റുകളെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിവുള്ളവരാകണം, അല്ലെങ്കിൽ ഈ പട്ടണം കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം തകർന്നു പോകും. ഈ കാണുന്ന മനോഹരമായ രമ്യഹർമ്മങ്ങളും ഈ മനോഹരമായ രാജവീതികളും ഈ കൊട്ടാരങ്ങളും ഈ മുന്തിരിത്തോപ്പുകളും ഇത് കല്ലുമേ കല്ല് ശേഷിക്കാത്ത വിധം തകർന്നു പോകുമെന്ന് ജെറമ്യായിലൂടെ കർത്താവ് ദൈവജനത്തോട് അവരുടെ സമൃദ്ധിയുടെ കാലത്ത് ആവശ്യപ്പെട്ടു. എല്ലാവരും സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ആ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ ദൂത് നൽകി, നിങ്ങൾക്ക് സമാധാനമല്ല, നിങ്ങൾക്ക് നാശമാണ്, ഭദ്രതയല്ല, തകർച്ചയാണ് ഈ ജനത്തിന്റെ മേൽ വരാൻ പോകുന്നത് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൈവജനത്തിന് ദൂത് നൽകിക്കൊണ്ടിരുന്നു. ജെറമ്യായുടെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ ദൈവം വിലപിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം പറഞ്ഞു, എന്റെ കൂടാരം തകർന്നു പോയി, ചരടുകളെല്ലാം പൊട്ടിപ്പോയി, എന്റെ മക്കൾ എന്നെ വിട്ടുപോയി, ആരും അവശേഷിച്ചിട്ടില്ല.
എന്റെ കൂടാരം വീണ്ടും പണിയാനും തിരശീല വിരിക്കാനും എനിക്കിന്ന് ആരുമില്ല. ഇടയന്മാരെല്ലാം ഭോഷന്മാരാണ്. അവർ കർത്താവിനെ അന്വേഷിക്കുന്നില്ല. അതിനാൽ അവർക്ക് ഐശ്വര്യവും ലഭിക്കുന്നില്ല. എന്റെ അജഗണം ഇതാ ചിതറിപ്പോയിരിക്കുന്നു. ഇതാ ഒരാരവം അത് അടുത്തു വരുന്നു. വടക്കുനിന്ന് വലിയൊരു ഇരമ്പൽ. യൂദാ പട്ടണങ്ങളെ വിജനമാക്കി അത് കുറുക്കന്റെ താവളമാക്കുന്ന ദൈവത്തിന്റെ ഇടപെടൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ദൈവജനം ഈ മുന്നറിയിപ്പിനെ കാര്യമായി കണക്കാക്കിയില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ ഏറ്റവും സുരക്ഷിതമായ അവസ്ഥയിലാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് സൈനിക ശക്തിയുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തിക സമൃദ്ധിയുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് മനോഹരമായ കൊട്ടാരങ്ങളും രമ്യഹർമ്മ്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല ഭരണാധിപന്മാരുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാം സുഭിക്ഷത്തിനുണ്ട്. ഞങ്ങൾക്ക് തകർച്ച വരികയില്ല എന്ന് അവർ ആത്മകഥം ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ അവരുടെ ചിന്തകളെല്ലാം തകർന്ന് തരിപ്പണമായി. വലിയ നാശം അവരുടെ മേൽ ചൊരിയപ്പെട്ട്. വിലാപത്തിന്റെ പുസ്തകം ഈ പ്രവചനങ്ങൾ പൂർത്തിയായപ്പോൾ തകർന്നു കിടക്കുന്ന ജെറൂസലം നഗരത്തിന്റെ വീതികളിലൂടെ നടന്ന് കണ്ണീരോടെ പ്രവാചകൻ വിളിച്ചു പറയുന്ന പ്രവചനങ്ങളാണ്, ദൃക്സാക്ഷി വിവരണങ്ങളാണ് വിലാപത്തിന്റെ പുസ്തകം മുഴുവൻ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. തകർന്നു കിടക്കുന്ന ജെറൂസലേം പട്ടണത്തിലൂടെ നടന്ന് ദൈവത്തിന്റെ പ്രവാചകൻ വെളിപ്പെടുത്തുകയാണ്, ഒരിക്കൽ ജനനിബിഡമായിരുന്ന നഗരം ഇന്ന് എത്ര ഏകാന്തമായിരിക്കുന്നു. ജനതകളിൽ ഉന്നതയായിരുന്നവൾ ഇന്നിതാ വിധവയെ പോലെ ആയിരിക്കുന്നു. നഗരങ്ങളുടെ റാണിയായിരുന്നവൾ ഇന്നിതാ കപ്പം കൊടുത്ത് കഴിയുന്നു. വീണ്ടും വിലാപത്തിന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ, സിയോന്റെ അമൂല്യരായ മക്കൾ, തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിന്റെയും പൊന്നിന്റെയും വിലയുള്ളവർ ഇതാ കുശവന്റെ കളിമൺ പാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടിരിക്കുന്നു. മുലകുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കിൽ ഒട്ടി വരണ്ടു പോകുന്നു. കുട്ടികൾ ഭക്ഷണം ഇരക്കുന്നു, ആരും നൽകുന്നില്ല. സ്വാദിഷ്ട ഭോജനം ആസ്വദിച്ചിരുന്നവർ തെരുവുകളിൽ പട്ടിണി കൊണ്ട് നശിക്കുന്നു. പട്ടുവസ്ത്രം ധരിച്ചു വളർന്നവർ ചാരക്കൂമ്പാരത്തിന്മേൽ കിടക്കുന്നു. എന്റെ ജനത്തിന്റെ പുത്രിക്ക് ലഭിച്ച ശിക്ഷ ഒരു നിമിഷം കൊണ്ട് ആരും കൈവെക്കാതെ നശിപ്പിക്കപ്പെട്ട സോദോമിനേക്കാൾ വലുതത്രേ. അവളുടെ പ്രഭുക്കന്മാർ മഞ്ഞിനെ പോലെ നിർമ്മലരും പാലിനേക്കാൾ വെണ്മയുള്ളവരുമായിരുന്നു. അവരുടെ ശരീരങ്ങൾ പവിഴത്തേക്കാൾ തൊടുത്തതും അവരുടെ ആകാര ഭംഗി ഇന്ദ്രനീലത്തിന് തുല്യവുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു. തെരുവീതികളിൽ അവരെ തിരിച്ചറിയാൻ ആർക്കും കഴിയുന്നില്ല. അവരുടെ തൊലി എല്ലിനോട് ഒട്ടിയിരിക്കുന്നു. അത് ഉണങ്ങിയ വിറക് പോലെ ആയിരിക്കുന്നു. വാളേറ്റ് മരിക്കുന്നവർ വിശപ്പ് കൊണ്ട് മരിക്കുന്നവനേക്കാൾ ഭാഗ്യവാന്മാരാണ്. അവർ വയലിലെ ഫലങ്ങൾ ലഭിക്കാതെ വിശന്ന് തളർന്ന് നശിച്ചു. കരുണാമയികളായ സ്ത്രീകളുടെ കൈകൾ സ്വന്തം മക്കളെ വേവിച്ചു. എന്റെ ജനത്തിന്റെ പുത്രിയുടെ വിനാശത്തിന്റെ നാളുകളിൽ അവർ അവരുടെ ഭക്ഷണമായി തീർന്നു. സിയോനിൽ അവിടുന്ന് ഒരു അഗ്നി ജ്വലിപ്പിച്ചു, അതിന്റെ അടിസ്ഥാനങ്ങളെ അത് ദഹിപ്പിച്ചു. ഇതേത് പട്ടണത്തിന് സംഭവിച്ചതാ? രാജാക്കന്മാർക്കോ വൈരികൾക്കോ ഒരിക്കലും അവളുടെ കവാടങ്ങൾ കടക്കാനാകുമെന്ന് ആരും ചിന്തിച്ചിരുന്നില്ല. വിലാപത്തിന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 12-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, ശത്രുവിനോ വൈരിക്കോ ജെറുസലേമിന്റെ കവാടങ്ങൾ കടക്കാനാവുമെന്ന് ഭൂമിയിലെ രാജാക്കന്മാരോ ഭൂവാസികളോ വിശ്വസിച്ചിരുന്നില്ല. അത്രമാത്രം സുശക്തവും അത്രമാത്രം സമ്പൽ സമൃദ്ധവും അത്രമാത്രം ശ്രേഷ്ഠവുമായ ഒരു ഉന്നത നഗരത്തിന് പറ്റിയ സ്ഥിതിയാണ് വിലാപത്തിന്റെ പുസ്തകം രേഖപ്പെടുത്തുന്നത്.